ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് ആശയവിനിമയം നടത്താൻ പറ്റുക എന്നുള്ളതാണ്. ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് നമുക്കും മനസ്സിലാകുന്നില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എന്താണ് അഫേസിയ? അഫേസിയ എന്നത് തലച്ചോറിലെ ഭാഷാ കേന്ദ്രങ്ങൾക്കുണ്ടാകുന്ന ക്ഷതം മൂലം സംസാരിക്കുവാനും മനസ്സിലാക്കുവാനും വായിക്കുവാനും എഴുതാനുമുള്ള ബുദ്ധിമുട്ടുകളെയാണ്. ഇത് സാധാരണയായി സ്ട്രോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രെയിൻ സർജറി, ബ്രെയിൻ ട്യൂമർ, അതുപോലെ തന്നെ TBI ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്, ഫോർ എക്സാമ്പിൾ റോഡ് ആക്സിഡൻറ്റ് പോലുള്ള ഇൻസിഡൻറ്റ് മൂലം തലച്ചോറിലുണ്ടാകുന്ന ക്ഷതം കാരണം ഉണ്ടാകുന്നതാണ്. ഇതിൽ ഏറ്റവും ഉയർന്ന അഫേസിയയ്ക്കുള്ള കാരണം നമ്മൾ കാണുന്നത് സ്ട്രോക്ക് മൂലം തന്നെയാണ്. അതുകൊണ്ട് സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ട്രോക്ക് വരുന്നത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അതിനാണ് ഫാസ്റ്റ് എന്നുള്ള വേർഡ് എല്ലാവരും ഓർത്തിരിക്കേണ്ടത്. എന്താണ് ഫാസ്റ്റ്? ഫാസ്റ്റിലെ F പറയുന്നു ഫേഷ്യൽ വീക്ക്നെസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ലിപ്സ് കോടി വരുന്നത്, ഇല്ലേ മുഖം ഒരു സൈഡിലേക്ക് കോടി വരുന്നത്. രണ്ടാമത് ഫാസ്റ്റിലെ A പറയുന്നു ആംസ് വീക്ക്നെസ്. കൈ രണ്ടും ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരേ നിലയിൽ കൈ ഉയർത്താൻ സാധിക്കാത്തത്, ഒരു കൈ അതിനനുസരിച്ച് ഉയർന്ന് വരാത്ത അവസ്ഥ. ഫാസ്റ്റിലെ S പറയുന്നു സ്പീച്ചിനുള്ള ഡിഫിക്കൽട്ടി. വർത്തമാനം പറയുമ്പോൾ ചെറുതായിട്ട് ക്ലാരിറ്റി കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഇത്രയും ഫീച്ചേഴ്സ് നോട്ടീസ് ചെയ്യുവാണെങ്കിൽ ഫാസ്റ്റിലെ അവസാനത്തെ T നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എത്രയും വേഗം ഇറ്റ്സ് ടൈം ടു ഗോ ടു ഹോസ്പിറ്റൽ. ഇത്രയും സിംറ്റംസ് നിങ്ങൾ കാണുവാണെങ്കിൽ എത്രയും വേഗം തന്നെ ഈ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളിലും സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നടക്കില്ല. സ്ട്രോക്ക് റെഡി എന്ന കോൺസെപ്റ്റുള്ള ഹോസ്പിറ്റലുകളിൽ മാത്രം രോഗിയെ എത്തിക്കുക. കാരണം ആ രോഗിക്ക് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാനും ആവശ്യമുള്ള സ്കാനിങ് നടത്തുവാനും അതുപോലെ തന്നെ എത്രയും വേഗം സർജറി ഓപ്ഷനും കൂടെയുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ ഈ ഫീച്ചേഴ്സ് കാണുവാണെങ്കിൽ തന്നെ വിതിൻ 1 hour, 1 മണിക്കൂറിനുള്ളിൽ തന്നെ പേഷ്യൻറ്റിനെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലുകളിൽ എത്തിച്ചിരിക്കണം. ആ 1 മണിക്കൂറിനെ വിശേഷിപ്പിക്കുന്നതാണ് ഗോൾഡൻ അവർ. ഈ ഗോൾഡൻ അവറിൽ നമ്മൾ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കുറവായിരിക്കും. അഫേസിയ എന്നുള്ളത് ഒരു വ്യക്തിയുടെ ബുദ്ധിയില്ലായ്മ എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ ഭാഷാ വിനിമയം നടത്താനുള്ള കഴിവ് തടസ്സപ്പെടുക എന്നുള്ളതാണ്. 2 തരത്തിലുള്ള അഫേസിയകളാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതും മറ്റൊന്ന് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും. അതുകൂടാതെ എഴുതാനും വായിക്കാനുമുള്ള ബുദ്ധിമുട്ട്, വാക്കുകളും പേരുകളും ഓർത്തെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, നമ്മൾ പറയുന്നത് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് തരാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസാണ് ഓരോ അഫേസിയ പേഷ്യൻസിലും കാണുന്നത്. ഈ സിംറ്റംസിനെ ബേസ് ചെയ്താൽ നമുക്ക് 8 തരത്തിലുള്ള അഫേസിയകൾ വരെയുണ്ട്. സ്ട്രോക്ക് അഥവാ മറ്റ് തലച്ചോറിലേക്കുന്ന ക്ഷതം മൂലം ഭാഷാ വിനിമയത്തിൽ ഏർപ്പെടുന്ന ബുദ്ധിമുട്ടുകളുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ സേവനം എടുക്കേണ്ടതാണ്. അതേപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫിസിയോതെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി എന്നുള്ള മറ്റ് സേവനങ്ങളും എടുക്കേണ്ടതാണ്. സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിക്ക് ആദ്യത്തെ 1 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 1 വർഷം അദ്ദേഹത്തിന് ആവശ്യമായ റീഹാബിലിറ്റേഷൻ സർവീസസ്, ഭാഷാ വിനിമയത്തിനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ സ്പീച്ച് തെറപ്പി, ശാരീരിക അസ്വസ്ഥതകളാണെങ്കിൽ ഫിസിയോതെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി എന്നീ റീഹാബിലിറ്റേഷൻ സർവീസസ് നല്ലപോലെ നൽകി അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും. കാരണം ആദ്യത്തെ 1 വർഷം റിക്കവറി പീരീഡിനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഈ വ്യക്തിയുടെ ഇംപ്രൂവ്മെൻറ്റ്, ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ നിശ്ചയിക്കുന്നത്? പല ഫാക്ടേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. ആദ്യത്തേത്, ഏത് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് അഫക്റ്റ് ആയത്?
ബ്രെയിനിൻ്റെ ഏത് ഏരിയയിലാണ് ക്ഷതം സംഭവിച്ചത്, എന്തും മാത്രം ക്ഷതം സംഭവിച്ചു, ഈ വ്യക്തിയുടെ പ്രായം എത്രയാണ്, ഈ വ്യക്തിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, ഈ വ്യക്തി തെറപ്പിയൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോ, ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്വയമേ ഈ പേഷ്യൻറ്റിൻ്റെ മോട്ടിവേഷൻ തന്നെയാണ്. പ്രായമായിട്ടുള്ളവരിൽ പൊതുവേ കാണുന്നത് രോഗം വന്നാൽ ഇനിയും മുന്നോട്ട് ഒന്നുമില്ല, ഇനിയും ഇതിന് ഒരു റിക്കവറി ടൈം ഇല്ല എന്ന് കരുതുന്ന പലരുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, എല്ലാം സ്വയമേ ഒരു മോട്ടിവേഷനാണ് ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ്. സോ നല്ലൊരു മോട്ടിവേഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ചാൻസസും ഹൈ ആണ്. എങ്ങനെയാണ് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അഫേസിയ ഉള്ള ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് സ്ട്രോക്ക് മൂലം ഭാഷാവിനിമയത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി വരികയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു അസസ്മെൻ്റ് എടുക്കും. പർട്ടിക്കുലർ ടെസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഈ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ വ്യക്തിക്ക് എത്രമാത്രം ഭാഷ യൂസ് ചെയ്യാൻ പറ്റുന്നു, എന്തുമാത്രം പോയിട്ടുണ്ട്, ഏത് ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ബേസ് ലൈൻ നമുക്ക് കിട്ടുന്നു. ഈ ടെസ്റ്റ് റിസൾട്ട്സ് പ്രകാരം ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഈ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻറ്റൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആശയവിനിമയം സംസാരത്തിലൂടെ മാത്രമല്ല, നമുക്ക് സിമ്പിൾ പിക്ചേഴ്സ്, അതുപോലെ തന്നെ ആക്ഷൻസ്, ഇലക്ട്രോണിക് ഡിവൈസസ് എന്നിവ ഉപയോഗിച്ചും ഒരു വ്യക്തിയുടെ ഭാഷാവിനിമയം കൂട്ടാൻ സാധിക്കും. 2025 ഈ ഓൺലൈൻ കാലത്ത് ആർക്കെങ്കിലും ഒരു പേഷ്യൻറ്റിനെ ക്ലിനിക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഒരു തെറപ്പിക്കായി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന അനവധി ക്ലിനിക്കുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. സോ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ ഓൺലൈനായി കൺസൾട്ട് ചെയ്തും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാസ്റ്റ് എന്ന ഒരു ടേം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ വീട്ടിലെ പ്രായമായിട്ടുള്ളവർക്കും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഈവൻ കുഞ്ഞുങ്ങളിലും ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫീച്ചേഴ്സ്, ഈ ഒരു സിംറ്റംസ് കാണുവാണെങ്കിൽ എത്രയും വേഗം സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. സ്ട്രോക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി എന്നീ സേവനങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവൈലബിൾ ആണ്. സ്പാർക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, കൊല്ലാട്. നിങ്ങൾക്ക് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.